ഹലോ ഗൈസ്, അയ്യോ, വെൽക്കം ടു ജി ജെ വേഴ്സ്. ദിസ് ഇസ് മീ ജി ജെ. ഇന്ന് തഗ് ലൈഫ് കണ്ടു. നിങ്ങൾ നേരത്തെ കണ്ടില്ലേ? ഇത് തന്നെയാണ് അവസ്ഥ. നമ്മുടെ ഈ ദീപാവലി സമയത്തൊക്കെ നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വെടിയും പുകയും ശബ്ദവും കേൾക്കും, നമ്മൾ ചാടി എണീക്കില്ലേ? അതുപോലെയായിരുന്നു തിയേറ്ററിലെ അവസ്ഥ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ വളരെ സ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു കയറ്റം കയറി വരാൻ നേരത്ത് നമ്മളൊരു വണ്ടിയും കൂടെ വലിച്ചുകൊണ്ട് കയറിയുള്ള അവസ്ഥ ആലോചിച്ചു. അത്ര സ്ലോയിൽ പോകുന്ന സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഒരു വ്യത്യാസവും ഇല്ലാതെ നമ്മൾ ഈ ജില്ല, പിന്നെ നമ്മുടെ ബാറ്റ്മാൻ ഒക്കെ, അതിന് ഒരുപാട് സിനിമയിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കഥ. എന്നാലും പോട്ടെ, ആ ഒരു കഥയെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് 100 വഴി ആലോചിച്ചു ഈ സിനിമ എങ്ങനെ നന്നാക്കി എടുക്കാന്നുള്ളത്. ഫസ്റ്റ് ഹാഫ് ഞാൻ ഇത് കൂടുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കാര്യം പറഞ്ഞുതരാം. ഫസ്റ്റ് ഹാഫ് സിനിമ തുടങ്ങുമ്പോഴത്തേക്കും ശക്തിവേൽ പറഞ്ഞല്ലോ, ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 15 മിനിറ്റാണ്. രംഗരാജ ശക്തിവേലിന്റെ കഥയാണ്. എന്തോ ജനിച്ചപ്പോഴേ തലയിൽ എഴുതി വെച്ചിരുന്നു യക്കൂസയാണെന്ന്. ഇവിടെ യക്കൂസ പോയിട്ടൊരു കക്കൂസ് പോലും സിനിമയിലില്ല. പറയാതിരിക്കാൻ പറ്റും ഞാൻ, കാരണം ഇത്ര ഇറിറ്റേറ്റഡ് ആയിട്ടൊരു സിനിമ ഈ ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ല. ഇന്ത്യൻ ടൂവിന്റെ ആ ഒരു ലെവലിലായി പോയി സിനിമ. ആദ്യം കുറെ നേരം വളരെ ക്ലാസ് ആയിട്ട് പോയി സിനിമ. അപ്പൊ ഞാൻ വളരെ ഹാപ്പിയായി. കമലഹാസന്റെ ഇൻട്രോയെ ഒന്ന് പാടി കേട്ടോ, ഉലക നായകനായിട്ടുള്ള അങ്ങനെ കൊണ്ടുവന്ന് ഇതിനകത്ത് ആ ഒരു ഇൻട്രോ കാണിച്ചപ്പോഴേ ഞാൻ വിളിച്ചു, ഇത് എന്താ എവിടോട്ടാ ഈ സിനിമ പോകുന്ന, കൈവിട്ട് പോകുന്നുണ്ടോ എന്നുള്ള രീതിയിൽ വന്നു. എന്നിട്ട് സിനിമ അങ്ങോട്ട് തുടങ്ങി. എൻ്റെ പൊന്നു മക്കളെ, സിനിമയിലോട്ട് കടക്കുമ്പോഴത്തേക്കും രംഗരായ സത്യവേലിന് ഭാര്യയുണ്ട്, അഭിരാമിയാണ് ചെയ്യുന്നത്, ഭാര്യയുണ്ട്. പിന്നെ അങ്ങനെ എനിക്ക് രംഗരായ സത്യവേലിന് ഒരു അബദ്ധം പറ്റിയ ഒരു ഇൻസിഡന്റിന് വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുകയും അദ്ദേഹത്തിന്റെ മകനെ പുള്ളി എടുത്ത് വളർത്തുകയാണ്. അപ്പൊ മകനായിട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല, അത് അണ്ണ എന്നാണ് വിളിക്കുന്നത് അച്ഛനെ. അപ്പൊ അച്ഛനല്ല, വളർത്തച്ഛനെ അണ്ണ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എങ്ങനെയോ ഒരു ബന്ധം, മോനെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ രംഗരായ സത്യവേലിന്റെ ഭാര്യ അഭിരാമിയുണ്ട്. പിന്നെ വേറൊരു ചെറിയ സെറ്റപ്പായിട്ട് നമ്മുടെ തൃഷയുണ്ട്. മാഡം ട്രെയിലർ കണ്ടവർക്ക് അറിയാം ഈ ഡയലോഗ്സ് ഒക്കെ. അങ്ങനെ തൃഷ വന്നു, അഭിരാമി വന്നു, എല്ലാവരും വന്നു. അങ്ങനെ ഒരു ഗ്യാങ്സ്റ്ററിന്റെ കഥനമായിട്ടുള്ളൊരു കുടുംബ കഥന എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു കുടുംബ കഥ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ചില ജീവികളുണ്ട് എന്ത് ചെയ്താലും ചാവില്ല, അതുപോലെയാണ് ഇതിനെ തല്ലിക്കൊന്നാലും ചാവില്ല, തലവെട്ടിയിട്ടാൽ ചിലപ്പോൾ ഒന്ന് കൂടിച്ചേരും, അങ്ങനത്തെ ഇങ്ങനെ. അങ്ങനെ സിനിമ തുടങ്ങി, കഥയിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അദ്ദേഹത്തിന് കുറെ അപകടങ്ങൾ അത് ഇത് സംഭവിക്കുന്നു. അതിനിടയ്ക്ക് STR വരുന്നു. STRന് ഒരു കില്ലർ ഇൻട്രോ കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിലുള്ള ഇൻട്രോ ആണ്, സൂപ്പറാണ്. അവിടത്തേക്ക് ഒരു ഗ്ലാൻസസ് കാണുമ്പോഴേ ഞാൻ വിളിച്ചു, സിനിമ എന്താ ഇങ്ങനെ ഒരു ഹൈ കൊടുക്കാൻ പറ്റുന്ന മൊമെന്റ് എത്തിയിട്ടൊന്ന് ലോ ആക്കി പോകണം. അങ്ങനെ ഇരിക്കെ ജോർജിന് നല്ലൊരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്, പത്രോസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അല്ലാതെ നമ്മുടെ ഒരുപാട് ആക്ടേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കഥ എങ്ങനെ പോകുന്നു, സ്വന്തം സഹോദരന്റെ മകളുടെ മരണത്തിന് കാരണമായവരുടെ കൊന്ന പേരിൽ ജയിലിൽ പോകുന്നു. ജയിലിൽ വെച്ച് പോലീസുകാർ പുള്ളിക്ക് കൂട്ടിക്കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫിന്റെ അവസാനം കൊണ്ട് നിർത്തുന്നത് ഒരു ക്ലിഫ് ഹാങ്ങർ കൊടുത്ത സ്ഥലത്താണ്. ആ ക്ലിഫ് ഹാങ്ങർ ലിറ്ററലി ഒരു ക്ലിഫ് ഹാങ്ങർ മൊമെന്റ് ആണ്. പക്ഷെ അതും ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തൊരു ഡ്രാമ, നമുക്കറിയാം ഇതാണ് സംഭവിക്കുന്നത്. ഒരു ഡ്രാമ കാണിച്ച് ഒളിവിൽ അത് സംഭവിക്കുന്നു. എന്നിട്ട് സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ മുതൽ കയ്യിൽ നിന്ന് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ 2 വെടി മേളിൽ നിന്ന് വീഴുന്നു, കമ്പിടിച്ച് നടു കൈ കാലെല്ലാം ഒടിയുന്നു. നിങ്ങൾ എന്താ ചെയ്യും അങ്ങനെ ഒരു അവസ്ഥയിൽ? എഴുന്നേറ്റ് പതുക്കെ കമ്പൊക്കെ കുത്തി നടക്കും? ഇല്ലല്ലോ. പക്ഷേ ഈ സിനിമ ആയതുകൊണ്ട് ഇതിൽ പല അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് തഗ് ലൈഫ് എന്നുള്ള പേര് മാറ്റി ഒരു തഗിന്റെ കുടുംബകഥ എന്നുള്ള കഥ മാറ്റിയിട്ട് ലാഗ് ലൈഫ് ആയിട്ട് മാറുകയാണ്. ഇയാള് യക്കൂസയോ, ഇയാൾ എന്താണ്, എവിടെയാണ് ചെന്ന് പെട്ടത്, ഇങ്ങനെയായി, ഒരു ഇതുമില്ലാതെ പിന്നെ അങ്ങോട്ട് എന്തൊക്കെയോ കാണിക്കുന്നു. എനിക്കറിയില്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഴച്ച് നമ്മുടെ സിനിമ ഇനി എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി. ഞാനൊരു 10 പ്രാവശ്യം ഫോൺ എടുത്ത് നോക്കി, കാരണം സമയം പോകുന്നില്ല. ഞാൻ വിചാരിച്ചു കഴിയാറായി കാണാൻ നോക്കിയപ്പോൾ ഇനിയും കിടക്കുന്നു 3/4 മണിക്കൂർ. ഇനി എന്താ ഇതിൽ കാണിക്കുക? എന്നിട്ട് നമുക്കറിയാവുന്ന കാര്യം തന്നെ കൊണ്ടുവച്ച് കാണിച്ച് അവസാനം സിനിമ അങ്ങ് തീരുമാനിക്കുമ്പം പിന്നെ ഒരു സാധനം കാണിച്ച് ഒടുവിൽ അങ്ങ് തീർത്തു സിനിമ. മൊത്തത്തിൽ പറയാമല്ലോ, എനിക്ക് വളരെ വളരെ നിരാശയായിട്ട് തോന്നിയ ബിലോ ആവറേജ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നൊരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് തരക്കേടില്ലാത്ത രീതിയിൽ പോയി, ഇടയ്ക്കിടയ്ക്ക് ഒരു ലാഗ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല. ഒരു ഗ്യാങ്സ്റ്ററിന്റെ ഈ ഒരു സൈഡ്, കുറച്ച് കുസൃതികളും എല്ലാം ഉള്ള ഒരു സൈഡ് കാണിച്ച് പോകുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെയോ ഒരു വലിയ സാധനം വരുന്നുണ്ട്. ഈ നമ്മളുടെ ട്രെയിലറിൽ കാണിച്ച പോലെ ആ ഒരു യക്കൂസ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വരുന്നുണ്ട് നമ്മളൊരു പ്രതീക്ഷയെ കണ്ടു.
സെക്കൻഡ് ഹാഫിലത്തേക്ക് എത്തിയപ്പോഴത്തേക്കും ഇനി മറ്റൊരു സിനിമയിലാവാം ഇതുപോലത്തെ എന്തെങ്കിലും ഒരു കാഴ്ച കാണുക എന്നുള്ള ഒരു ആശ്വാസത്തോടെ അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. കാരണം തിയേറ്റർ സൈലന്റ് ആയി, ലിറ്ററലി സൈലന്റ് ആയി. തുടക്കത്തിൽ കയ്യടികളോടെ കമലഹാസനെ സ്വീകരിച്ച ആളുകൾ പിന്നെ എന്താ ഇത്, കമലഹാസന്റെ ചില ഇമോഷണൽ ഡയലോഗ്സിന് പോലും ചിരി വന്നു പോകുന്ന അവസ്ഥയിലുള്ള. പിന്നെ തൃഷയുടെ റോള് ഗംഭീര റോളാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. എന്തിപ്പോ വളരെ മോശമായിട്ടുള്ള ഒരു റോളാണ് തൃഷയ്ക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ അവരത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ കൂടെ ദുൽഖർ സൽമാൻ ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല ഇനി മറ്റേ നമ്മുടെ STR കൊടുത്തിരുന്ന റോളാണോ ചെയ്യാനിരുന്നത് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് അശോക് സെൽവൻ ഒരു റോൾ കൊടുത്തിട്ടുണ്ട്, ഒരു വെറുതെ ഇങ്ങനെ മിണ്ടാതെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച ഒരു പോലീസുകാരൻ. അപ്പൊ ആ ഒരു റോളായിരുന്നു ദുൽഖറിന് വെച്ചിരുന്നത്. തോന്നുന്നു ദുൽഖർ ചെയ്യാത്ത ഏതായാലും നന്നായി. കാരണം ഈ ഒരു സിനിമയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പുള്ളി അല്ലെങ്കിൽ അവിടെ നിന്ന് റോളൊക്കെ ഏറ്റുവാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലക്കി ഭാസ്കറിൽ കൂടെ ഒന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കൂടെ തിരിച്ചു കയറി പോകണ്ട, അത് അങ്ങനെ പോട്ടെ. പിന്നെ ഓരോ ആക്ടേഴ്സ് ഇങ്ങനെ വരുന്നു, ആക്ട്രസസ് വരുന്നു, അതിനിടയ്ക്ക് ഓരോ ഹാപ്പനിങ്സ്. ഇതിനിടയ്ക്ക് നാസർ കമലഹാസന്റെ ചേട്ടനാണ്, അതിന്റെ അഭ്യാസങ്ങൾ. അങ്ങനെ മൊത്തത്തില് സിനിമ വളരെ ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് എന്ന് 5 നമ്മൾ റേറ്റ് ചെയ്യുകയാണെങ്കിൽ 2, അതിലപ്പുറം ഇത് കയറില്ല. ഈ സിനിമ എന്തായാലും ഷുവർ ഷോട്ട് ഒരു പരാജയമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണേ. ഇതൊന്നും എല്ലാവർക്കും എങ്ങനെയാണ് തോന്നിയത് ഞാൻ പറയുന്നില്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഷുവർ ഷോട്ട് ഒരു ഫെയിലിയർ ആവുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് ആ ഒരു തിയേറ്റർ റെസ്പോൺസും കാര്യങ്ങളും, ആരുടെ അഭിനയം ഒന്നും മോശമല്ല. കമലഹാസനും നമ്മുടെ STRഉം ജോജു ജോർജും അഭിരാമിയും തൃഷയും എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഈ ഒരു സിനിമയ്ക്കകത്തായി പോയെന്ന് മാത്രം എന്ത് ചെയ്യാൻ പറ്റും, കയ്യിൽ നിന്ന് പോയി. തഗ് ലൈഫ് അങ്ങനെ ഒരു ലാഗ് ലൈഫായിട്ട്, ഒന്നാമത് ജീവിതത്തിൽ 100 കൂട്ടം പ്രശ്നങ്ങൾക്കിടയിലാണ് നമ്മൾ ഈ ഒരു സമയം കണ്ടെത്തി സിനിമയിലൊക്കെ പോകുന്നത്. അപ്പൊ സിനിമ കണ്ട് ജീവിതം അടുത്തിട്ട് ഇനിയിപ്പോ എന്റെ പൊന്നെ ഇനി എങ്ങനെ ഞാനിനി ഒരു നോർമൽ ഒരു ഇതിലോട്ട് വരുന്ന എനിക്കറിയില്ല. നല്ല ബോറടിച്ചു, വളരെയധികം ബോറടിച്ച് കണ്ട ഒരു സിനിമയായിരുന്നു തഗ് ലൈഫ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ തിരിച്ചുറക്കത്തിലേക്ക് പോട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJ Boss എന്ന് പറഞ്ഞിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബൈ.